ഹലോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പലതരം ഈവനിങ് സ്നാക്കാണ്. നമുക്ക് വിരുന്നുകാർ പെട്ടെന്ന് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ കാണിക്കുന്ന എല്ലാ റെസിപ്പിയും അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് ഏത്തക്ക കളിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ. ഇപ്പം ഞാനിത് റോബസ്റ്റ പഴം വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. റോബസ്റ്റ പഴം വെച്ചിട്ടും ചെയ്യാം. ഒരു 4-5 പഴം എടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നുറുക്കി ഇട്ട് കൊടുത്താൽ മതി. വലിയ പഴമാണെങ്കിൽ 4 എടുത്താൽ മതി. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 5 എടുക്കാം കേട്ടോ. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് പഞ്ചസാര. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പഴം റോബസ്റ്റ പഴം അല്ലെങ്കിൽ ചെറുപഴമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നേന്ത്രപ്പഴമാണെങ്കിൽ കുറച്ചും കൂടെ വേവ് ഉണ്ടാവും. ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ആണ് ഈ ഒരു അളവിൽ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇതിനേക്കാളും കുറക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഇതിലോട്ട് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് കലക്കിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുക. പെട്ടെന്ന് ഇത് കട്ടിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. തിളക്കുമ്പോൾ തന്നെ ഇതുപോലെ കുറുകി വരും. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഏകദേശം 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറക്കാം, മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഏകദേശം 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ലോണം തിക്നെസ്സോടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിനേക്കാളും തിക്കോടെ നമുക്ക് കിട്ടും കുറച്ച് കഴിയുമ്പോൾ, ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല തിക്നെസ്സോടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ശർക്കര ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. ശർക്കര അതുപോലെ തേങ്ങാപ്പാൽ 2ാം പാലിലൊക്കെ വേവിച്ചിട്ട് ശർക്കരയും കൂടെ ചേർത്തിട്ടൊക്കെ അവസാനം 1ാം പാല് ചേർത്താൽ മതി. അങ്ങനെയും ചെയ്യാം. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. 2 രീതിയിൽ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു ഏത്തക്ക കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ഈ ഒരു ഇതൊന്ന് ചെയ്ത് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് അവരെന്നെ തന്ന റെസിപ്പിയാണ്. എനിക്കിങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവസാനം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് നെയ്യ് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. തിളക്കുമ്പോൾ തന്നെ ഇതുപോലെ തിക്കായിട്ടൊക്കെ കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏത്തക്ക കളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നേന്ത്രപ്പഴത്തിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇനി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പഴം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. അപ്പോൾ കുറച്ച് മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാനെന്ന രീതിയിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യൊക്കെ മതിയാകും. ഇനി ഇതിലോട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 നേന്ത്രപ്പഴം ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി. അങ്ങനെ നല്ലോണം ഒരു ബ്രൗൺ കളറാകാനൊന്നും നിൽക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇത്രയും മതി. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാടി കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 3 മുട്ടയാണ്. 3 പഴമെല്ലാം എടുത്ത് അപ്പോൾ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സൈസിലുള്ള 3 മുട്ട തന്നെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ഒരിച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് കിട്ടുന്നില്ല, ആ ഒരു രീതിയിലാക്കി എടുത്താൽ മതി. നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് മുട്ടയൊക്കെ ഒന്ന് വെന്ത് ഒരു സ്ക്രാമ്പിൾ രീതിയിലായി കിട്ടും. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ ഈ ഒരു രീതിയിൽ സാധാ നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നില്ലേ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്, അതിൻ്റെ വേറൊരു വെർഷനാണ്. പഴവും കൂടെ ചേർത്തിട്ട് മുട്ടയും പഴവും എല്ലാം കൂടി വരുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പഴം വെച്ചിട്ട് ഒരു കാരമൽ ഫ്ലേവറിലുള്ള ഒരു റെസിപ്പിയാണ്. ബനാന കാരമൽ വിത്ത് ഐസ്ക്രീം. അപ്പോൾ നമുക്ക് കാരമൽ സോസൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാമല്ലോ. അങ്ങനെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് റിച്ച് ആയിട്ട് തന്നെ നമുക്ക് വിരുന്നുകാർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. കാരമൽ സോസും ഐസ്ക്രീമും ഒക്കെ മുകളിലിട്ടിട്ട് അല്ലാതെയും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ നമുക്കൊരു 5 ബനാനയൊക്കെ നമുക്ക് കാരമൽ ചെയ്തെടുക്കാനുള്ള അളവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി എടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. കുറേ ദിവസം വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് കിട്ടണം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ ഒരു സമയത്ത് ചെറുതായിട്ട് മെൽട്ടായി നല്ലോണം ചൂടാകുമ്പോൾ ഇതൊന്ന് മെൽട്ടായിട്ട് വരും. കുറേശ്ശെ മെൽട്ടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി. പിന്നെ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുമ്പോൾ മെൽട്ടായി വരുമ്പോൾ തന്നെ ഏറ്റവും ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെക്കുക. അല്ലെങ്കിൽ നല്ലോണം ഡാർക്ക് ബ്രൗൺ കളറായി പോകും. അപ്പോൾ അങ്ങനെ ഡാർക്ക് ബ്രൗൺ കളർ ഒരിക്കലും ആക്കിയെടുക്കരുത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെക്കുക. നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ, പക്ഷെ കഴിക്കാൻ കൊള്ളൂല, കയ്പ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ട ബാക്കി ചേരുവ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് തന്നെ വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ഇനി ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ഒരളവിൽ 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം മിക്സായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്തും ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഇനി വേറൊന്നും ചെയ്യാനില്ല, നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ്, അതുപോലെ കാരമൽ സോസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം സെയിം ആണ്. അപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ ഈ ഒരു ബട്ടർ സ്കോച്ച് സോസ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ബനാന ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, തിരിച്ചും മറിച്ചും. അപ്പോൾ നെയ്യൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ബനാന, ഞാൻ 2 ബനാന വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ബനാന അല്ലെങ്കിൽ 6 ബനാന വെച്ചിട്ടൊക്കെ നമുക്ക് നേരത്തെ കാണിച്ച ബട്ടർ സ്കോച്ച് സോസിൽ നമുക്ക് ഈ ഒരു കാരമൽ ബനാന ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 ബനാന വെച്ചിട്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇതിലിട്ട് കൊടുത്ത ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ചെറുതായിട്ട് കളറൊന്ന് മാറുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ ഇത് ഒരു സൈഡ് ചെറുതായിട്ട്
റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ റോസ്റ്റായി വരുമ്പോൾ നമുക്ക് മാറ്റാം. പിന്നെ ഇതേപോലെ നമ്മൾ പഞ്ചസാര ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. എളുപ്പത്തിൽ ഈ ഒരു ബനാന റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട് നെയ്യിൽ. ഇത് കാരമലൊന്നും ചെയ്യാതെ ജസ്റ്റ് പഞ്ചസാര ഒന്നിച്ച് ഈ ഒരു സമയത്തൊക്കെ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു രീതിയിൽ ചെയ്യുമ്പോഴും. ഇത് നമ്മൾ ഇതിലോട്ട് ഇനി കാരമൽ സോസും കൂടെ ചേർത്തിട്ടാണ് പിന്നെ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വേറൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വിരുന്നുകാർ വരുമ്പോഴൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ ബട്ടർ സ്കോച്ച് സോസൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ജസ്റ്റ് ഒന്ന് അത് ചൂടാക്കി എടുത്താൽ മതി. അധികം പണിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് ചൂടോടെ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു സോസ് ഇപ്പോൾ കുറച്ച് നല്ല പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണിത്. ഇപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ബനാന ഇപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട്. എന്നിട്ട് ഈ ഒരു ചൂടിൽ തന്നെയാണ് നമ്മൾ ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നത്. ഞാനിതിലോട്ട് ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള ഐസ്ക്രീം തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വനില ഫ്ലേവറിലുള്ളത് വേണമെങ്കിൽ എടുക്കാം. ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് സോസും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എളുപ്പമാണ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി സെർവ് ചെയ്യാനായിട്ട്. അതുപോലെ കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ കുട്ടികളും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.